നമസ്തേ. പാചകവിധി അറിഞ്ഞതുകൊണ്ട് മാത്രം വിശപ്പ് തീരുകയില്ല. വിശപ്പ് തീരണമെങ്കിൽ ആഹാരം തയ്യാറാക്കി ഭക്ഷിക്കണം. അഗ്രികൾച്ചർ പഠിച്ച് മാത്രം പോരാ. വൃക്ഷങ്ങളും ചെടികളും നട്ടു വളർത്തിയാൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ. ഇന്ന സ്ഥലത്ത് കുഴിച്ചാൽ വെള്ളം കിട്ടുമെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല. അവിടെ കുഴിച്ച് വെള്ളമെടുക്കണം. കിണറിൻ്റെ പടം വരച്ച് വെച്ച് അത് നോക്കിയിരുന്ന ദാഹം തീരുകയില്ല. ദാഹം തീരണമെങ്കിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കണം. അതുപോലെ സത്സംഗത്തിൽ സംബന്ധിച്ചതുകൊണ്ട് മാത്രം, ശാസ്ത്രഗ്രന്ഥങ്ങൾ വായിച്ചതുകൊണ്ടോ മാത്രമായില്ല. അനുഭവ തലത്തിൽ എത്തണമെങ്കിൽ അതനുസരിച്ച് ജീവിക്കാൻ കൂടി തയ്യാറാവണം. നാം മനസ്സിലാക്കിയ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്താൻ സാധിക്കണമെങ്കിൽ സത്സംഗങ്ങൾ ശ്രവിച്ച് തത്വമറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കണം. ഒരിക്കൽ കുറേ ആളുകൾ ഒരു തോണിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. അതിലൊരാൾ വലിയ പണ്ഡിതനാണ്. തൻ്റെ പഠിപ്പിൻ്റെയും അറിവിൻ്റെയും കേമത്രം അയാൾ തോണിയിലെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഞാൻ അനേകം ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. വേദം, വേദാന്തം, ഷഡ്ദർശനങ്ങൾ എന്നിങ്ങനെ പലതും. എന്നിട്ട് ഒരു യാത്രക്കാരനോട് ചോദിച്ചു, താങ്കൾ വേദാന്തം പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ എന്നയാൾ മറുപടി പറഞ്ഞു. സാങ്ക്യവും പതഞ്ജലവും ഇല്ല. പണ്ഡിതൻ വളരെ വലിയ ഗർവോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. യാത്രക്കാരും ഒന്നും മിണ്ടാതെ മൗനമായി ഇരുന്നു. അപ്പോഴേക്കും ഒരു ഭയങ്കര കാറ്റ് വന്നു. തോണി ആടിയുരഞ്ഞു. തോണിയിൽ വെള്ളം കയറി മുങ്ങാൻ തുടങ്ങി. അപ്പോൾ യാത്രക്കാരൻ ചോദിച്ചു, താങ്കൾ ഇത്രയൊക്കെ പഠിച്ചില്ലേ? നീന്തൽ പഠിച്ചിട്ടുണ്ടോ? പണ്ഡിതൻ ഇല്ലെന്ന് മറുപടി. സഹയാത്രികർ പറഞ്ഞു, താങ്കൾ പഠിച്ച സാഖ്യവും പതഞ്ജലവും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് നീന്താൻ അറിയാം. പാണ്ഡിത്യം നല്ലത് തന്നെ, പക്ഷേ അതോടൊപ്പം പ്രായോഗിക ജ്ഞാനം കൂടി നേടണം. നമ്മളൊരു കുഴിയിൽ വീണാൽ ശരിക്കൊരു വഴികാട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുമോ? നമ്മുടെ കണ്ണിൻ്റെ തെറ്റിനെ നാം പൊറുക്കുന്നത് പോലെ മറ്റുള്ളവരുടെ കുറവുകൾ പൊറുത്ത് അവരോട് കരുണയോടെ പെരുമാറാൻ നമുക്ക് കഴിയണം. എന്നാൽ ഇന്ന് മനുഷ്യർ പ്രാർത്ഥിക്കുന്നത് പോലും മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ഈശ്വര, എനിക്ക് അവനെ നശിപ്പിക്കാനുള്ള ശക്തി തരണേ. ആ ഭൂമി എനിക്ക് വാങ്ങിത്തരണേ. അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകണേ. അവൻ ഇടിവെട്ടി ചാകണേ. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രാർത്ഥന. മറിച്ച്, ഈശ്വര, അങ്ങ് എല്ലാവർക്കും നന്മ കൊടുക്കണേ. എന്നിൽ നിന്ന് ഒരു തെറ്റും ഉണ്ടാവരുതേ. മറ്റുള്ളവരെ തെറ്റിനെ ക്ഷമിക്കാൻ എനിക്ക് ശക്തി തരണേ. അറിയാതെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേ എന്നായിരിക്കേണ്ടേ നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ ശാന്തി
വന്നു നിറയും. ആ പ്രാർത്ഥനയുടെ തരംഗങ്ങൾ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കും. നിത്യാനിത്യം എന്തെന്ന് വേദിച്ചറിഞ്ഞ് പൂർണ്ണ വൈരാഗ്യം വരണമെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടാകണം. പട്ടിണിയും രോഗവും മൂലം ദുരിതമനുഭവിക്കുന്നവരുടെ കഷ്ടത മനസ്സിലാക്കി ആ സാധുക്കളെ നിഷ്കാമമായി സേവിക്കാനുള്ള മനസ്സ് വളർത്തിയെടുക്കുവാനായിരിക്കണം ആത്മീയ ജീവിതം അഭ്യസിക്കേണ്ടത്. അവൻ്റെ ഓരോ ശ്വാസവും ലോകത്തിൻ്റെ ദുഃഖമോർത്ത് ആ വ്യതയോടുകൂടിയായിരിക്കണം. അല്ലാതെ സ്വന്തം സുഖത്തെക്കുറിച്ചോർത്തുള്ള അതാണത്. സാധാരണക്കാരൻ ഒരു മെഴുകുതിരി പോലെ പ്രകാശിക്കുമ്പോൾ മറ്റുള്ളവർ സൂര്യനെ പോലെ ജ്വലിക്കണം. ആയിരങ്ങൾക്ക് പ്രകാശം നൽകാൻ അവർ സ്വന്തം മുക്തി കൂടി ഇച്ഛിക്കുന്നില്ല. സാധനയിലൂടെ നേടുന്ന ശക്തി ലോകത്തിന് സമർപ്പിക്കാനുള്ള ത്യാഗഭാവമാണ്. ത്യാഗം അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം. ത്യാഗം മാത്രം. അതിഷ്ടപ്പെടുന്നവരാണ് ആധ്യാത്മിക ജീവികൾ. വെറുതെ ഒന്ന് ആലോചിക്കുക. നമസ്കാരം.